മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ആചാരങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ചോദ്യശരങ്ങളാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വന്നു. ശിവഗിരി മഠത്തെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പോകണമെന്ന ശിവഗിരി മഠത്തിന്റെ പരാമർശം തെറ്റാണ്. മുഖ്യമന്ത്രി ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ മറികടക്കണമെന്ന് പറയുന്നത് എന്താണ് എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. ഇന്നലെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചു പോകാമെന്ന് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി എന്നായിരുന്നു വാർത്ത. ആചാരങ്ങൾ മാറ്റിമറിക്കാൻ പറയുന്നത് എന്തിനാണ്? ഈ വ്യാഖ്യാനങ്ങൾ ഹിന്ദുവിന്റെ പുറത്തു മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. ഇന്നത്തെ കാലത്തിന് ഇണങ്ങാത്ത പല ആചാരങ്ങളും അവർക്കുമില്ലേ? വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും മുസ്ലിം സമുദായത്തിലുള്ളവർക്കും അത്തരം ആചാരങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആര് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല. എല്ലാ ഹിന്ദുക്കളുടെയും പ്രതിനിധിയാണ് ശിവഗിരി എന്ന തരത്തിലാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. ശിവഗിരിയുടെ ക്ഷേത്രങ്ങളിൽ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയുള്ളൂ. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. ആ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പോകാൻ നായർക്കോ മറ്റ് സമുദായത്തിലുള്ളവർക്കോ താല്പര്യമുണ്ടെങ്കിൽ പോകാം. അവർക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ കാലാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾ മാറ്റി മറിക്കണമെന്ന് പറയാൻ ഇവർക്കൊക്കെ ആരാണ്? ഇതെല്ലാം വിശ്വാസികളുടെ അവകാശമാണ്. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിൻ്റെതാകട്ടെ ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാകട്ടെ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ഷർട്ട് ധരിച്ചു കയറാവുന്ന ക്ഷേത്രങ്ങളും അല്ലാതെ പോകേണ്ട ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഷർട്ട് ധരിക്കണമെങ്കിലും അല്ലെങ്കിലും അവിടേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിലുള്ളവർക്കുണ്ടെന്നാണ് NSSന്റെ അഭിപ്രായം. ഈ പരിഷ്കാരങ്ങളും പുരോഗമനവാദവും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ചതാണ്. ഉടുപ്പിട്ട് കയറാവുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാം, അല്ലാത്തയിടത്ത് ഉടുപ്പ് ഊരിയും. ഇതിനെ ഒന്നും തന്നെ ചാതുർവർണ്ണയവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അതിനുള്ള അവകാശം ഹൈന്ദവ ജനതയ്ക്കുണ്ട് എന്നും സുകുമാരൻ നായർ പറയുന്നു. കാലാകാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നത്? ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ഹൈന്ദവ സമൂഹത്തിന് അവകാശവുമുണ്ട്. എത്രയോ കാലം മുൻപ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഉടുപ്പിട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ പോകണം, അല്ലാത്തത് അത് നിർബന്ധിക്കരുത് എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ എല്ലാവരും ഉടുപ്പിട്ടാണ് പോകുന്നതെന്നും അത് അവിടുത്തെ രീതിയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്തൊന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.